കർണാടകയും തെലങ്കാനയും പിന്നാലെ ഒരിക്കൽ അടിപതറിയ ആന്ധ്ര കൂടി തിരിച്ചുപിടിക്കാനുള്ള കരുനീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. അതിനായി അവർ മുന്നോട്ട് വയ്ക്കുന്നതാകട്ടെ ഒരിക്കൽ തങ്ങളുടെ പാളയത്തിൽ നിന്ന് പടിയിറങ്ങി ഒടുവിൽ തിരിച്ചെത്തിയ ഒരു വനിതാ നേതാവിനെയുമാണ്. എസ് ശർമിളയുടെ ഈ മടങ്ങിവരവ് സ്വന്തം സഹോദരൻ്റെ രാഷ്ട്രീയ എതിരാളിയായിട്ടാണ്. ആ സഹോദരന് ഇപ്പോഴത്തെ ആന്ധ്ര മുഖ്യമന്ത്രി. കേൾക്കുമ്പോൾ ഒരു തെലുങ്ക് മാസ് മസാല സിനിമ പോലെ തോന്നിയിട്ടുണ്ട് ഈ ആന്ധ്ര രാഷ്ട്രീയത്തിലെ കളികൾ. അത്രയേറെ ഉദ്വേഗം നിറഞ്ഞതായിരുന്നു ചരിത്രം. ആന്ധ്ര വിഭജനത്തോടെയാണ് തെലുങ്ക് മണ്ണിൽ കോൺഗ്രസിൻ്റെ അടിത്തറ ഇളകുന്നത്, അല്ലെങ്കിൽ ആർ കുടുംബം ഇളകുന്നത് എന്ന് വേണം പറയാൻ. അതേ ആർ കുടുംബത്തിലെ അംഗത്തെ തന്നെ രംഗത്തിറക്കി കൈവിട്ട മണ്ണ് തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം. ആർ യദുഗിരി നന്ദേരി രാജശേഖര റെഡ്ഡി തെലുങ്ക് രാഷ്ട്രീയത്തിലെ അതികായനാണ്, സമാനതകളില്ലാത്ത നേതാവ്. ആന്ധ്രയിൽ കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു എസ് രാജശേഖര റെഡ്ഡി എന്ന ആർ. സുദീർഘവും സംഭവബഹുലവുമായ രാഷ്ട്രീയ ജീവിതവും ദുരൂഹമായ മരണവും. 2009 ഹെലികോപ്റ്റർ തകർന്നുള്ള അദ്ദേഹത്തിൻ്റെ മരണത്തിൽ മനംനൊന്ത് അന്ന് ആന്ധ്രാപ്രദേശിൽ ആത്മഹത്യ ചെയ്തതും അല്ലാതെയും മരിച്ചത് 122ഓളം പേരാണ്. അന്ന് ആറിൻ്റെ രാഷ്ട്രീയ പിന്തുടർച്ച മകൻ എസ് ജഗൻമോഹൻ റെഡ്ഡിയിലൂടെയായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നതാണ്. അവിടെ കോൺഗ്രസിൻ്റെ പുതിയ നേതാവായി ജഗൻ ഉദിച്ചു വരുന്നതും വളർന്നു പന്തലിക്കുന്നതും കാത്ത് അവരിരുന്നു. പക്ഷേ അച്ഛൻ്റെ മരണത്തിൽ മനംനൊന്ത ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ ജഗൻമോഹൻ റെഡ്ഡി നടത്തിയ ഒതർപ്പ് യാത്ര അഥവാ സാന്ത്വന യാത്രയിൽ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ഈ യാത്രയ്ക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം രംഗത്തു വരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. യാത്രയിൽ ജഗൻ നടത്തിയ ചില പരാമർശങ്ങളും വിവാദമായിരുന്നു. കൂടാതെ കോൺഗ്രസിൻ്റെ 125-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് തെലുങ്ക് ടെലിവിഷൻ ചാനലായ സാക്ഷി TV അവതരിപ്പിച്ച ഒരു പരിപാടിയിൽ സോണിയാഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും അപമാനിച്ചെന്ന പരാതികൾ അന്ന് ഉയർന്നിരുന്നു. ഈ ചാനൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. ഇതും വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കി. എല്ലാമായതോടെ ഹൈക്കമാൻഡും ജഗനെതിരെ രംഗത്തിറങ്ങി. കേന്ദ്ര നേതൃത്വത്തെ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്താൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ അമ്മ എസ് വിജയലക്ഷ്മിയും സഹോദരി എസ് ശർമിളയും ദില്ലിയിലെത്തി. പക്ഷേ ചർച്ചകളൊന്നും ഫലം കണ്ടില്ല. ഇതോടെ ആ അമ്മയും മകളും കോൺഗ്രസ് പാർട്ടി വിടാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. അവർ ആന്ധ്രയിലേക്ക് തിരികെ വന്നു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുതിയൊരു പാർട്ടിക്ക് രൂപം നൽകി, ആർ കോൺഗ്രസ്, യുവജന ശ്രമിക റൈതു കോൺഗ്രസ് പാർട്ടി. പക്ഷേ പാർട്ടി രൂപീകരിച്ച അടുത്ത വർഷം 2012 അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജഗൻമോഹൻ റെഡ്ഡി അറസ്റ്റിലാവുകയായിരുന്നു. ആർ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഉത്തരവാദിത്വങ്ങൾ മുഴുവൻ വിജയമ്മ എന്ന വിജയലക്ഷ്മിയുടെയും മകൾ ശർമിളയുടെയും ചുമലിലായി. സഹോദരനെ പോലെ തന്നെയായിരുന്നു ശർമിളയും. കൃത്യമായ ആസൂത്രണം, പദ്ധതികൾ, രാഷ്ട്രീയ കരുനീക്കങ്ങൾ, നേതൃത്വ പാഠവും എല്ലാത്തിലും ശർമിള ജഗൻമോഹൻ റെഡ്ഡിയുടെ അതേ സൂക്ഷ്മത പുലർത്തി. ജഗൻ അറസ്റ്റിലായ 2012 വിഭജിക്കാത്ത ആന്ധ്രയിലൂടെ ശർമിള 3112 കിലോമീറ്റർ നീളുന്ന പദയാത്ര നടത്തി. ഇതുണ്ടാക്കിയ സ്വാധീനം വളരെ വലുതായിരുന്നു. ഒരേ സമയം ആർ കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്കും കോൺഗ്രസ് പാർട്ടിയുടെ തകർച്ചയ്ക്കും ഈ യാത്ര തുടക്കമിട്ടു. 2014 തിരഞ്ഞെടുപ്പിൽ പാർട്ടി 70 സീറ്റുകൾ നേടുകയുണ്ടായി. തുടർന്ന് നടന്ന ആന്ധ്രാപ്രദേശിൻ്റെ വിഭജനമാണ് ഇരു പാർട്ടികളുടെയും തലവര പൂർണ്ണമായി മാറ്റിയത്. ആറിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹവും ജഗൻമോഹൻ റെഡ്ഡിയും സംസ്ഥാനത്തെ വിഭജിക്കുന്നതിന് എതിരായിരുന്നു. വിഭജനം പാടില്ലെന്ന നിലപാടിൽ തന്നെ ജഗൻ ഉറച്ചു നിന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തെലുങ്ക് മണ്ണ് രണ്ടായി പിരിഞ്ഞു. ആന്ധ്രാപ്രദേശും തെലങ്കാനയും 2 സംസ്ഥാനങ്ങളായി. ഇത് ആന്ധ്രയിലെ ജനങ്ങളെ വലിയ അളവിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ കോൺഗ്രസിനെ പകയോടെ ശത്രുപക്ഷത്ത് നിർത്തി. 2019 തിരഞ്ഞെടുപ്പിൽ 175-ൽ 151 സീറ്റുകൾ നേടി ആർ കോൺഗ്രസ് അധികാരത്തിലേറുകയാണുണ്ടായത്. ആ വർഷം ആറിൻ്റെ ജീവിതം പ്രമേയമാക്കി തെലുങ്കിൽ പുറത്തിറങ്ങിയ ആർ യാത്ര എന്ന മമ്മൂട്ടി ചിത്രവും പാർട്ടിയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ 2014 പ്രതിപക്ഷ നേതാവായിരുന്ന ജഗൻമോഹൻ റെഡ്ഡി 2019 മുഖ്യമന്ത്രിയായി. കോൺഗ്രസിന് ഒരു സീറ്റ് പോലും അവിടെ നേടാനായില്ലെന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ തൻ്റെ എതിരാളികളെ നിലംപരിശാക്കി മുഖ്യമന്ത്രി കസേരയിലെത്തിയ ജഗൻമോഹൻ റെഡ്ഡിയെ കാത്ത് പുതിയൊരു രാഷ്ട്രീയ എതിരാളി ഉദയം കൊള്ളുകയായിരുന്നു. എസ് ശർമിളയായിരുന്നു ആ പ്രതിഭ, ജഗൻമോഹൻ റെഡ്ഡിയുടെ സ്വന്തം സഹോദരി. ഇരുവരും ചേർന്ന് പാർട്ടിയെ നയിക്കുമെന്ന് കരുതിയെടുത്ത് അധികാരം ജഗനിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ആറിൻ്റെ സ്വത്ത് സംബന്ധിച്ച തർക്കവും ഇരുവർക്കുമിടയിൽ അകൽച്ച വർദ്ധിപ്പിച്ചു. മുഖ്യമന്ത്രി പദം കൂടി സ്വന്തമായതോടെ പാർട്ടിയും അധികാരവുമെല്ലാം പൂർണ്ണമായും ജഗൻ്റെ മാത്രം നിയന്ത്രണത്തിലായി. ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായ ശേഷം കുറച്ചു വർഷങ്ങൾ ശർമിള പൊതുരംഗത്ത് അത്ര സജീവമായിരുന്നില്ല. പിന്നീട് 2021 ശർമിള വീണ്ടും സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്. എന്നാൽ ഇത് ജഗൻമോഹൻ റെഡ്ഡിയും മുതിർന്ന ചില നേതാക്കളും എതിർക്കുകയായിരുന്നു. തുടർന്ന് ശർമിളയും സഹോദരനെതിരെ തിരിഞ്ഞു.
YSRന്റെ സഹോദരൻ വിവേകാനന്ദ റെഡ്ഡിയുടെ കൊലപാതകവും പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെട്ടിരുന്ന കടപ്പ MP അവിനാഷ് റെഡ്ഡിക്കുള്ള ജഗന്റെ പിന്തുണയുമാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയത്. അങ്ങനെ നാളുകൾ നീണ്ടതും ചെറുതും വലുതുമായ നിരവധി പ്രശ്നങ്ങൾക്കൊടുവിൽ ആ സഹോദരങ്ങൾ പൂർണ്ണമായും അകന്നു. ശർമിള, അമ്മ വിജയമ്മയും പാർട്ടി വിടുകയാണുണ്ടായത്. 2021 YSRന്റെ ജന്മദിനമായ ജൂലൈ 8 ശർമിള തന്റെ സ്വന്തം പാർട്ടിയായ YSR തെലങ്കാന പാർട്ടി പ്രഖ്യാപിച്ചു. പിന്തുണയുമായി ഒപ്പം അമ്മയും ഉണ്ടായിരുന്നു. എങ്കിലും സഹോദരനുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ അപ്പോഴും ശർമിള തയ്യാറായില്ലെന്ന് വേണം കരുതാൻ. തെലങ്കാന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരുന്നു ശർമിളയുടെ നീക്കങ്ങൾ. തന്റെ തട്ടകം തെലങ്കാനയിലേക്ക് മാറ്റാനായിരുന്നു അവരുടെ ശ്രമം. കോൺഗ്രസിനും BRSനും എതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു തെലങ്കാന രാഷ്ട്രീയത്തിലേക്കുള്ള ശർമിളയുടെ കടന്നുവരവ്. K. ചന്ദ്രശേഖർ റാവു സർക്കാരിനെതിരെ ശർമിള തുടർച്ചയായി രംഗത്തു വന്നു. പലവട്ടം അറസ്റ്റ് ചെയ്യപ്പെട്ടു. വൈകാതെ തന്നെ കോൺഗ്രസിനൊപ്പം കൂടുന്നതാണ് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് കൂടുതൽ സുരക്ഷിതമെന്ന് മനസ്സിലാക്കിയ ശർമിള തന്റെ പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിക്കുവാനും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുവാനും ശ്രമം നടത്തി. പക്ഷേ വീണ്ടും ഒരു അധികാരസ്ഥാനം കൂടി തെലങ്കാന കോൺഗ്രസിൽ ഉണ്ടാകരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ തെലങ്കാന മുഖ്യമന്ത്രി റേവന്ത് റെഡ്ഡി ശർമിളയുടെ പ്ലാനുകൾ വെട്ടുകയും ചെയ്തു. ശർമിളയും ആലോചിച്ച് തന്നെ നീങ്ങി. അവർ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ വിട്ടുനിൽക്കുകയും കോൺഗ്രസിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. ഇത് പാർട്ടിയുടെ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ കാരണമായതോടെ കോൺഗ്രസും ശർമിളയ്ക്ക് പച്ചക്കൊടി കാണിച്ചു. തെലങ്കാനയിലല്ല, ആന്ധ്രയിലാണ് ശർമിള ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന തീരുമാനത്തിൽ ഹൈക്കമാൻഡുമെത്തി. ഒടുവിൽ 14 വർഷം മുമ്പ് ഇറങ്ങിപ്പോന്ന പാർട്ടിയിലേക്ക് ശർമിള മടങ്ങിയെത്തുകയായിരുന്നു. തങ്ങളെ ആന്ധ്രയിൽ നിന്ന് തുടച്ചുമാറ്റിയ അതേ YSR കുടുംബത്തിലെ കണ്ണികൊണ്ട് തന്നെ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് ഇതൊരു മതിക പ്രതികാരം കൂടിയായി. പക്ഷേ ഒരുപാട് കളികൾ കണ്ടും പഠിച്ചുമെത്തിയ ജഗൻമോഹൻ റെഡ്ഡി എങ്ങനെയാകും ഈ നീക്കത്തെ നേരിടുകയെന്നതും നിർണായകമാണ്. 2019 പുറത്തിറങ്ങിയ യാത്ര എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നതും ഇതിന്റെ ഭാഗമാണ്. 1ാം ഭാഗത്തിൽ പറഞ്ഞിരുന്നത് 1999 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിലെ YSRന്റെ ജീവിത കഥയായിരുന്നുവെങ്കിൽ YSRന്റെ മരണവും തുടർന്ന് ജഗൻ നേതൃസ്ഥാനത്തേക്ക് എത്തിയതിന്റെ കഥയാകും 2ാം ഭാഗത്തിലുണ്ടാവുന്നത്. YSRായി മമ്മൂട്ടി എത്തുമ്പോൾ നടൻ ജീവയാണ് ജഗൻമോഹൻ റെഡ്ഡിയാവുക. അധികാരക്കൊതി മൂത്ത സഹോദരി അമ്മയെ കൂട്ടുപിടിച്ച് ആന്ധ്ര ജനതയുടെ പുത്രനായ ജഗനെ ഒറ്റപ്പെടുത്തുന്നുവെന്ന തരത്തിലെ ക്യാമ്പയിനുകളും പ്രചാരണങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ YSR കോൺഗ്രസ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുകയും വളർത്തുകയും ചെയ്ത ശർമിളയെ ജഗന്റെ അസ്ത്രമാണെന്നാണ് അനുയായികൾ ഒരു കാലത്ത് വിളിച്ചിരുന്നത്. ഇന്ന് ആ അസ്ത്രം ജഗൻമോഹൻ റെഡ്ഡിക്ക് തന്നെ വിനയായി വരികയാണ്. തെരഞ്ഞെടുപ്പിൽ സഹോദരങ്ങൾ നേർക്കുനേർ എത്തുമോ എന്നുള്ളതാണ് ഇനി രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുന്നത്. തെലങ്കാനയിൽ BRSന്റെ ആധിപത്യം അവസാനിപ്പിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടിയതിന് പിന്നാലെയാണ് ആന്ധ്രയിലെ നിർണായക നീക്കം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിലാണ് ഇരുവരും പാർട്ടിയിൽ ചേർന്നത്. ഈ വർഷമാണ് ആന്ധ്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിന് ശർമിളയുടെ വരവ് വഴിയൊരുക്കുമെന്നാണ് ഹൈക്കമാൻഡിന്റെ പ്രതീക്ഷ. 2019 ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിലെത്തിയത്. 5 വർഷങ്ങൾക്കിപ്പുറം സംസ്ഥാനം മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനും സംസ്ഥാന തെരഞ്ഞെടുപ്പിനും ഒരുങ്ങുന്നതിനിടെയാണ് ജഗന്റെ സഹോദരി ശർമിളയും അമ്മ വിജയമ്മയും കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയത് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്.